ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ നോക്കുന്നുണ്ടാവും എന്താ ഇതാണെന്ന്, തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയണം കേട്ടോ. ഇതെന്താന്ന് വെച്ചാല് നമുക്കൊരു ഫാബ്രിക് ഡൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്ക് ഫാബ്രിക് ഡൈ. അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ഡാർക്ക് മെറൂൺ വെച്ചിട്ടുള്ള ഒരു ഫാബ്രിക് ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു കളറുണ്ട്. ഇത് ഇന്നത്തെ കളർ എന്താന്ന് വെച്ചാൽ നമ്മുടെ റാണി പിങ്ക് ആണ് കേട്ടോ. റാണി പിങ്ക് കളർ വെച്ചിട്ടുള്ള ഒരു ഡൈ ആണ്. വെറും ഡൈ അല്ല, ഓംബ്രെ ഡൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ഡൈ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതൊരു എക്സ്പെരിമെന്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്കും വലിയ വശമില്ല. കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വലിയ പിടുത്തം ഉണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കരുത്. എനിക്ക് വലിയ വശമില്ല കേട്ടോ. ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ എന്റെ ഇൻഡക്ഷൻ കുക്കറും വെള്ളവും ബാക്കി കാര്യങ്ങളും എല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട്, പുറത്തല്ല അകത്ത് തന്നെ സൗകര്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ എടുക്കുന്ന കളർ വരുമ്പോൾ ഫാബ്രിക് ഡൈ ആണ്. അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് അവർ അതിൽ കൂടി തരുന്ന ഒരു കോട്ടാണ്, ഒരു ഏപ്രിൻ ആണ്. അതായത് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ തന്നിട്ടുള്ളതാണ് 5 കളർ. അതായത് നമ്മുടെ റാണി പിങ്കിന്റെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. അതായത് നമ്മുടെ റാണി പിങ്ക് ഇതാണ് കേട്ടോ. റാണി പിങ്കിന്റെ തന്നെ 5 കളറാണ് അവർ തരുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഡൈ ഫിക്സ് സൊല്യൂഷൻ തരുന്നുണ്ട്. ഇത് പിന്നെ വരുന്നത് പിന്നെന്താണ്, പിന്നെ ഗ്ലൗ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ടോ 2 ഗ്ലൗവും വരുന്നു. അപ്പൊ അത്ര ഐറ്റംസ് ആണ് കേട്ടോ ആ പാക്കറ്റിനകത്തുള്ളത്. അപ്പൊ നമുക്കിനി പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി അതിന് മുന്നേ ഞാൻ ചെയ്യാൻ പോകുന്ന ക്ലോത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയാൻ പറ്റത്തില്ല. എന്താണിത്? ഫുൾ ഗൗൺ ഒരു ഡ്രസ്സാണ്. ഞാൻ ഇതിനെ ഓർഡർ ചെയ്ത ഒരു വഴിയാക്കിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിലാണ് നമ്മളിന്ന് ഹോംബ്രേ കളർ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ എന്താവും എങ്ങനാവും ഒന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നല്ല രീതിയിൽ ഒന്ന് ചൂടാവണം കേട്ടോ. നല്ല രീതിയിൽ ചൂടായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ, അതായത് നമുക്ക് കളർ ഫിക്സ് ആകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പൊ ഞാൻ ഉപ്പിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചൂടാവട്ടെ. ചൂടായിട്ട് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഏകദേശം പേർക്ക് അറിയായിരിക്കും, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് നമ്മുടെ റാണി പിങ്കിന്റെ ഒരു സാഷയാണ് കേട്ടോ. ഈ ഒരു കളറാണ് എടുക്കുന്നത്. അല്ല, ആദ്യം ചെറിയൊരു ഷെയ്ഡിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ടേ. കുറച്ച് കളറേ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കളറിലേക്ക് ആക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ തുണി ഏതിലാണോ കളർ ചെയ്യാൻ പോകുന്നത് അതൊന്ന് വെറും വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കളറിലേക്ക് ഇട്ട് കൊടുക്കാൻ. എങ്കിലേ എല്ലാവർക്കും പിടിക്കുള്ളൂ. ഇട്ട് കൊടുക്കാം. സക്സസ് ആവോ ഇല്ലെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ആരും എന്നെ തെറി വിളിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓംബ്രെ ഷെയ്ഡിന് വേണ്ടിയിട്ട് ആദ്യം ചെറിയ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് എൻ്റെ ഫുൾ ഡ്രസ്സ് ഞാനൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്, ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊന്ന് കുറച്ച് ഡാർക്ക് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഫുള്ള് ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട്. അതൊന്നാവട്ടെ. അപ്പോൾ ഏകദേശം അതിലൊന്ന് പിടിച്ചപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു പിങ്ക് പോലെയാണ് കേട്ടോ വന്നത്. അപ്പോൾ അത് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു ഷെയ്ഡ് മതി. അടുത്തിന് കുറച്ച് ഡാർക്ക് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കൂടുതൽ കളറിന് വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടി ഓംബ്രയാണല്ലോ, അപ്പോൾ അടുത്ത് ഒരു സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആവുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ വെച്ചിട്ട് അത്രയും കുറച്ച് ഡീപ്പ് കളറിന് വേണ്ടിയിട്ട് അതും ഒന്ന് ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് നേരം വെച്ചിട്ട് അടുത്ത കുറച്ച് ഡീപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അടുത്ത കളർ ഏകദേശം പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കുറച്ച് ഡീപ്പ്, നല്ല ഡീപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 കവർ പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏറ്റവും താഴത്തെ പോർഷൻ എനിക്ക് നല്ല ഡാർക്ക് കളർ വേണ്ടിയിരുന്നത്. അപ്പോൾ അതും ഞാൻ നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 3 ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈറ്റ്, ഒരു മീഡിയം, നല്ല ഡാർക്ക്, അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തല്ല, നന്നായി ഡിപ്പ് ചെയ്ത് ഞാനത് വെച്ച് കൊടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് വേണേ. അപ്പോൾ അതും ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചെയ്തത് വരുമ്പോ ഇങ്ങനെ വരും കളറ്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിന് ഉണങ്ങി വന്നാലേ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കിതിന് ഡൈ ഫിക്സിലേക്ക് ഒന്ന് മുക്കണം കേട്ടോ. ഡൈ ഫിക്സിൽ മുക്കി അത് കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാൻ പറ്റത്തുള്ളേ.
ഇത് ഡൈ ഫിക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു കവർ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ തുണി കളർ ചെയ്ത തുണി ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം. മുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അതേപോലെ ഞാൻ ചെയ്യണം കേട്ടോ. ഡൈ ഫിക്സിലൊക്കെ ആക്കി ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാണാം എന്താണ് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയതെന്നൊക്കെ ബാക്കി കഥയായിട്ട് കാണാം. ഇതിപ്പോ അടുത്ത ദിവസമാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സ് ഏകദേശം ഞാൻ ഉണക്കായിട്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അത് ഏകദേശം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണെന്ന് കാണാം കേട്ടോ. റിസൾട്ട് കണ്ട് ആരും ഞെട്ടരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളടുത്ത് ഇപ്പൊ കാണിച്ചു തരാട്ടോ. എന്താണ്, എല്ലാവരും കാണാൻ വേണ്ടിട്ട് റെഡിയാണോ? ഇതാണ് കേട്ടോ റിസൾട്ട്. ഫ്ലോപ്പ് ആയി പോയടാ, എനിക്ക് ഫ്ലോപ്പ് ആയി പോയി. എന്റെ എക്സ്പെരിമെന്റ് ഫ്ലോപ്പ് ആയി പോയി എന്ന് ഞാനിതാ ഇവിടെ അറിയിക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. നോർമലി ഷിഫോൺ മെറ്റീരിയലിൽ പിടിക്കുന്നതാണ് കളറ്, അത്യാവശ്യം പിടിക്കുന്നതാണ്. എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ, എവിടെയാണ് പറ്റിയെന്ന് വെച്ചാൽ അറിയത്തില്ല. ഞാൻ ഡാർക്ക് കളർ ആവാണ്ടതിന് ഇതെന്തോ ഒരു വൃത്തിയിട്ട കളർ, എന്തൊക്കെയോ ഒരു പിങ്കോ അവിടെ ഇവിടെ ആയിട്ട് കളർ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്തോ പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഇതായിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയേക്കുന്നേ. ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇതേ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ വേറെയാണ് ഉദ്ദേശിച്ചിട്ട് ഇപ്പോ വേറെ എന്തൊക്കെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഞാൻ എന്തായാലും എന്താ ചെയ്യാ, ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് ഇതായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. ഷിഫോൺ ആണ്. കാരണം ഷിഫോണിൽ പിടിക്കുന്നതാ എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് അകത്തുള്ള ലൈനിങ് ഒരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇനി അതുകൊണ്ടാണോ എന്നും വലിയ പിടുത്തമില്ല കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ വിഷമം മാറ്റാൻ വേണ്ടി, എന്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. എന്താന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. വൈറ്റ് കളർ ടീഷർട്ടിൽ ഞാൻ ഡൈ ചെയ്ത് നോക്കിയതാണ്. വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മോഡൽ ഇതിൽ കിട്ടിയിട്ടുണ്ട്. വലിയ ഇതില്ല കേട്ടോ. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കളർ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കളറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഇട്ട് കാണിച്ചു തരാം. എൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയിരുന്ന കളറിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. വൈറ്റ് കളർ, നമ്മുടെ പ്ലെയിൻ വൈറ്റ് കളർ ടീഷർട്ടാണ്. അത് ഏകദേശം ഒരു മങ്ങി ഇരിക്കുകയായിരുന്നു. കഴുകി ഏകദേശം ഒരു മങ്ങി ആയി പോയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതിൽ ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാവേ. ഹായ്, അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു വെള്ള പ്ലെയിൻ ടീഷർട്ടിൽ ഞാൻ ചെയ്ത ഒരു കളറാണ് കേട്ടോ. ഫാബ്രിക് ഡൈ ആണ് ചെയ്തത്. ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാത്ത ഒരു ടീഷർട്ടാണ് കേട്ടോ. കാരണം അങ്ങനെ മങ്ങിപ്പോയ ടീഷർട്ടായിരുന്നു. അപ്പൊ അതിൽ ചെയ്തതാണ് ഇത്. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കാണുമ്പോഴും അത്ര ചീപ്പല്ല. ഇവിടെ ഒരു ചെറിയ സ്റ്റെയിൻ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് അവിടെ ഒരു ഇങ്ങനെ കാണിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ വലിയ കുഴപ്പമില്ല കേട്ടോ. കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കളർ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതണം കേട്ടോ. അപ്പൊ ഇതായിരുന്നു കേട്ടോ ഇന്നലെ ഇന്നത്തെയും കൂടെ 2 ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ സപ്പോർട്ടും കൂടെ ആയിട്ട് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും കമന്റും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണുന്നത് വരേക്കും ബൈ.